ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ് ഗൈസ്. അങ്ങനെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഗൈസ് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, ഐ ആം ബാക്ക് ഗൈസ്. എനിക്കറിയാം ഗൈസ്, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 3-4 മാസമായി. യെസ്, ഇനി തൊട്ട് അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളും കറക്റ്റ് ചെയ്യും. കാരണം ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടി പിടിച്ച് പോയായിരുന്നു ഗൈസ്. മടി പിടിച്ച് പോയതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് വരാതിരുന്നത്. ഞാൻ അവർക്ക് ഒരു വീഡിയോ എടുത്തതിന് ഒരു 5 ദിവസം കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് പോയതാണ്. പിന്നെ ആ മൂഡേ അങ്ങ് പോയി ഗൈസ്. പക്ഷേ പിന്നെ എനിക്ക് ക്യാമറാസും കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവും ഗൈസ്, വീഡിയോ ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നു. കാരണം ഞാൻ വീഡിയോയും തൂക്കി പിടിച്ചുകൊണ്ട് നടന്ന് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാതിരുന്നപ്പോൾ ഗൈസ് എനിക്ക് തന്നെ തോന്നി വീഡിയോ ഇടണം ഗൈസ്. പിന്നെ കുറേ പേര് നിങ്ങൾ മെസ്സേജ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ചാനൽ നിർത്തിയത്. അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നായിരുന്നു കേട്ടോ. ഞാൻ ഈ കുറച്ച് ബ്രേക്ക് എടുത്ത സമയത്ത് അന്നേരമൊക്കെ ഞാൻ ഓർക്കാം എന്നാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പക്ഷെ എനിക്ക് ചെയ്യുന്ന കാര്യം അത് കറക്റ്റായിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ. അതായത് തട്ടിക്കൂട്ടി വീഡിയോ ഇടുന്ന പരിപാടി ഇല്ല ഗൈസ്. അപ്പം ഞാൻ ചെയ്യുന്ന കണ്ടൻസൊക്കെ അത്രയും കറക്റ്റ് പക്കായിട്ട് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ ഗൈസ്. എനിക്കറിയാം. ഇനി നിങ്ങൾ വീഡിയോ ഇട്ടില്ലേ ഗൈസ്, നിങ്ങൾ എന്നോട് മിണ്ടണ്ട ഗൈസ്. നാളെ തൊട്ട് ഒരുപാട് വീഡിയോസ് വരാനുണ്ട് കേട്ടോ. ഒരു കിടിലം വെറൈറ്റി കിടുക്കാച്ച് വീഡിയോസാണ് ഗൈസ് ഇനി തൊട്ട് അങ്ങോട്ട് വരാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം എനിക്കറിയാം ഇത്രയും ബ്രേക്ക് നല്ല രീതിക്ക് മടി പിടിച്ചു പോയി. ബട്ട് ഇനി മടി പിടിക്കില്ല ഗൈസ്, ഉറപ്പ്. അതെ ഗൈസ്, ഇനി നിങ്ങൾ വീഡിയോ ഇട്ടില്ല എന്നോട് ഒരു മിനിറ്റ് ചെയ്യണ്ട ഗൈസ്. നാളെ തൊട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓൺ ദി വേ ഗൈസ്. കുറച്ച് വെറൈറ്റി ഓഫ് വീഡിയോസ് ആയിരിക്കും ഗൈസ്. പിന്നെ ഫാമിലീനെ കാണിക്കുമെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. ഫാമിലീനെ എന്തായാലും കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഈ വീക്കിൽ തന്നെ ഫാമിലീസിൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഐ ആം ബാക്ക് ഗൈസ്. അപ്പം നാളെ തൊട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും കാണണം ഗൈസ്. ഞാൻ ഒരിക്കലും ഈ ചാനൽ നിർത്തൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനലാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതായത് ഞാൻ എങ്ങനെ പറഞ്ഞു തരണ്ട ഗൈസ്, ഒരു കുഞ്ഞു മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അത് ഇവിടം വരെ എത്തിച്ചതും ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബർ അല്ല ഗൈസ്, ഇതൊരു ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. ഇനി അഥവാ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതേപോലത്തെ ഒരു ചെറിയ ബ്രേക്കും കാര്യങ്ങളൊക്കെ മാത്രമേ എടുക്കുകയുള്ളൂ. ഒരിക്കലും ചാനൽ നിർത്തില്ല. കാരണം ഇതൊരു പർപ്പസാണ് ഗൈസ്. എനിക്കിങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പം ഗൈസ് നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടും പിന്നെ എനിക്ക് അതിൽ നിന്ന് റവന്യൂയും കിട്ടും. അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ഐ ആം എ കണ്ടന്റ് ക്രിയേറ്റർ. സോ എനിക്ക് ഇഷ്ടം പോലെ വീഡിയോസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ എന്തായാലും ഞാൻ ഓർത്തു. അതായത് ഈ ബ്രേക്ക് എടുത്ത ടൈമിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു കുറേ പേര്, എന്താണ് ചാനൽ നിർത്തിയത്, എന്തുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാത്തതെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ തട്ടിക്കൂട്ടി തൽക്കാലം ഒരു വീഡിയോ ആക്കി ഇടണമെന്ന്. ബട്ട് ഞാൻ അത് ചെയ്തില്ല ഗൈസ്. കാരണം എൻ്റെ ചാനലിൽ നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യുന്ന അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നത് ഈസി അല്ല. സോ ഞാനപ്പോൾ ആലോചിച്ചു ഇങ്ങനെ വെറുതെ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഇടുന്നതും ഞാൻ അത്രയും പക്കായിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുള്ളൂ. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഞാൻ അത്രയും പക്കായിട്ട് മാത്രമേ എടുക്കുള്ളൂ. എന്നിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുള്ളൂ. ഞാൻ എത്ര വീഡിയോസ് ഡിലീറ്റ് ആക്കി ഇടുന്നു. അതായത് അതെന്തായിരുന്നു, ഞാൻ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുമായിരുന്നു. അന്നേരം അതിൽ എനിക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു രസമില്ല, ഇത് കാണിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കില്ല എന്ന രീതിയിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു ഗൈസ്. ഇനി എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ഗൈസ്, ഉറപ്പ് ഗൈസ്. അപ്പം ടാറ്റ ബൈ ബൈ. നാളെ തൊട്ട് എന്തായാലും വീഡിയോസ് വരും ഗൈസ്. വ്ളോഗ് രീതിയിലേക്ക് ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പം അത് ആ ഒരു ഏജ് ഗ്രൂപ്പ് മാത്രമാണ് കാണുന്നുള്ളൂ. സോ അത് എനിക്ക് ചാനലിനെ ബാധിക്കുകയാണ് ഗൈസ്. കാരണം റീച്ചും കാര്യങ്ങളൊക്കെ പോവുകയാണ്. സോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരണത് ഗൈസ്. അപ്പോൾ ഇത് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരു മാസങ്ങളായി ഗൈസ്. അതുകൊണ്ടാണ് എനിക്കെന്ത് പറഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് തോന്നിയത് ഗൈസ്. വീഡിയോസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് എല്ലാം പക്കയാണ്. നാളെ തൊട്ട് എന്തായാലും വീഡിയോസ് വരും ഗൈസ്. വെറൈറ്റി ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും ഗൈസ്. ഇനി അങ്ങോട്ട് അടിപൊളി വീഡിയോസ് ആയിരിക്കും ഗൈസ്. ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം അടിപൊളിയാണ്. ഞാൻ എൻ്റെ മാക്സിമം ഐഡിയാസ് വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും ഗൈസ്. എന്തായാലും ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ പോലെ, അതായത് തട്ടിക്കൂട്ടി വീഡിയോ ഉണ്ടാക്കി ഇടുന്നതിനും ഭേദം ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. കാരണം എനിക്ക് തോന്നുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രമാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. സോ ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ, ഐ ആം എ കണ്ടൻറ്റ് ക്രിയേറ്റർ. എത്ര ഫോട്ടോസ് ഞാൻ എടുക്കുന്നതാണ്, അതേപോലെ ഞാൻ അത്രയും പക്കായിട്ടാണ് ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ കണ്ട ടൈപ്പ് ഒന്നും അല്ലായിരിക്കും ഇനി വരുന്ന വീഡിയോസ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, സ്റ്റേ ട്യൂൺ. എന്തായാലും നാളെ തൊട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും.
അപ്പോൾ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ പിന്നെ വീഡിയോസ് എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ റോഡ് ടു 100K ഗൈസ്. അങ്ങനെ 9K സബ്സ്ക്രൈബേഴ്സോടെ മതി നമ്മളിനി 100K എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. സോ ഗൈസ്, അപ്പോൾ നാളെ തൊട്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കാണണം. അപ്പോൾ ഇനി അങ്ങോട്ട് ഫാമിലീനൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് വരും. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം നാളെ തൊട്ട്. ഓക്കെ, ടാറ്റാ, സീ യു സൂൺ.